ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. മരിയൻ ധ്യാനം എപ്പിസോഡ് 163. നമ്മൾ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്നുള്ള പ്രാർത്ഥനയുടെ രണ്ടാം ഭാഗം, പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, തമ്പുരാൻ്റെ അമ്മേ എന്നുള്ള ആ സംജ്ഞയെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. ലൂക്കാസിൻ്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 43-ാം വചനത്തിൽ എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വന്നു, ഇതെങ്ങനെ സംഭവിച്ചുവെന്ന് എലിസബത്ത് പറയുന്നുണ്ട്. എൻ്റെ കർത്താവിൻ്റെ അമ്മ, അതേക്കുറിച്ച് നമ്മളത് എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്നുള്ളത് നമ്മൾ തമ്പുരാൻ്റെ അമ്മ എന്ന് നമ്മൾ പറയുന്നു മലയാളത്തിൽ. എന്തുകൊണ്ടാണ്? ദ്രാവിഡ ഭാഷയിൽ എന്താണ് തമ്പുരാൻ്റെ അമ്മ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിൻ്റെ സംസ്കൃത രൂപം കർത്താവിൻ്റെ അമ്മ, അതിൻ്റെ അർത്ഥം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഗ്രീക്കിൽ അതിൻ്റെ അർത്ഥവും നമ്മൾ സൂചിപ്പിച്ചു. ക്യൂരിയോസ് എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ മലയാളത്തിൽ നിന്ന് അതിൻ്റെ ദ്രാവിഡ റൂട്ട്, സംസ്കൃത റൂട്ട്, പിന്നെ നമ്മൾ ഗ്രീക്കിലേക്ക് പോയി. ഇനി നമ്മളതിൻ്റെ എലിസബത്ത് സംസാരിച്ച ഭാഷ ഗ്രീക്കായിരിക്കാൻ സാധ്യത വളരെ കുറവാണ്. അന്ന് അവർ സംസാരിച്ചത് അരാമിയ ഭാഷയാണ്. അരാമിയ ഭാഷയിലും അത് ഹെബ്രായ ഭാഷ എന്നും പറഞ്ഞിരുന്നു. ഹെബ്രായ ഭാഷയിലൊക്കെ എന്തായിരിക്കാം എലിസബത്ത് പറഞ്ഞിരിക്കുക? എലിസബത്ത് അന്ന് സംസാരിച്ച ഭാഷ അന്ന് എന്തായിരിക്കും പറഞ്ഞിരിക്കാൻ സാധ്യതയുള്ളത് അദോണി എന്നാണ്. അദോണി എന്ന് പറയുന്നത് ഈ BC 3-ാം നൂറ്റാണ്ട് മുതൽ യാഹ്വേ എന്ന ദൈവനാമം, ദൈവത്തിൻ്റെ നാമമാണ് യാഹ്വേ. ആ 4 അക്ഷര ടെട്രാഗ്രമ്മത്തോൺ എന്നാണ് പറയുക. 4 അക്ഷര നാമം എന്നാണ് പറയുക. ആ പേര് പോലും ആ നാമം എന്ന് പലപ്പോഴും ഉപയോഗിക്കും. ഇസ്രായേൽക്കാർ പറയുമ്പോൾ, യഹൂദന്മാർ പറയുമ്പോൾ ആ നാമം ദ നെയിം എന്നേ പറയൂ. 4 അക്ഷര ദൈവനാമം എന്നും പറയും. 4 അക്ഷരം എന്ന് പറയാൻ കാരണം യാഹ്വേ എന്ന് എഴുതുന്നത് ഹീബ്രുവിൽ എഴുതുമ്പോൾ 4 അക്ഷരമാണ്. നമ്മൾ ഇംഗ്ലീഷിൽ അത് എഴുതുമ്പോൾ YHWH എന്നാണ്. അപ്പോൾ 4 അക്ഷരം, ഹീബ്രുവിൽ 4 അക്ഷരമാണ്. യാഹ്വേ അങ്ങനെ ഉച്ചരിക്കാൻ പറ്റൂ. യഹോവ എന്ന് ഉച്ചരിക്കാൻ പറ്റില്ല. യഹോവ സാക്ഷികൾ എന്ന വാക്ക് തന്നെ തെറ്റാണ്. യഹോവ എന്ന് അത് ഉച്ചരിക്കാൻ കഴിയില്ല. അത് അവർ തന്നെ സംബന്ധിച്ചിട്ടുള്ള സംഗതിയാണ്. പക്ഷേ ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇനിയും ഉപയോഗിക്കുമെന്ന് അവർ ഒരു തീരുമാനം എടുത്തിരിക്കുക. അങ്ങനെ ഉച്ചരിക്കാൻ പറ്റില്ല എന്ന് അവർ തന്നെ സംബന്ധിച്ചിട്ടുണ്ട്. അവർ വെബ്സൈറ്റിൽ നോക്കിയാൽ കാണാം യഹോവ സാക്ഷികളുടെ. ഏതായാലും ഈ യഹോവ എന്ന യാഹ്വേ എന്ന വാക്ക്, ആ നാമം ഉച്ചരിക്കാൻ BC 3-ാം നൂറ്റാണ്ട് മുതലെങ്കിലും, ക്രിസ്തുവിന് മുമ്പ് 3-ാം നൂറ്റാണ്ട് മുതലെങ്കിലും ആ നാമം ഉച്ചരിക്കാൻ അവർ മടിച്ചു. യഹൂദന്മാർ, ഇസ്രായേലിൽ മടിച്ചു. അതിന് പകരം അവർ ഉപയോഗിച്ചിരുന്ന വാക്കാണ് അദോണായി. അതിൻ്റെ എൻ്റെ കർത്താവ്, അദോണായി എന്നത് കർത്താവ് അല്ലെങ്കിൽ തമ്പുരാൻ, എൻ്റെ കർത്താവ് അല്ലെങ്കിൽ എൻ്റെ തമ്പുരാൻ, അതിനാണ് അദോണി എന്ന് പറയുന്നത്. അദോണി. അപ്പോൾ യാഹ്വേ എന്ന നാമം തന്നെയാണ്, ആ നാമം പറയാനുള്ള ഒരു ബഹുമാനം കൊണ്ടുള്ള പേടി കൊണ്ടാണ് അവർ അദോണായി അല്ലെങ്കിൽ എൻ്റെ കർത്താവ് അദോണി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ യാഹ്വേ എന്ന നാമം? നമുക്കറിയാം, പുറപ്പാടിൻ്റെ പുസ്തകം 3-ാമത്തെ അധ്യായത്തിലാണ് ഈ ദൈവം നാമം വെളിപ്പെടുത്തുന്നത്. ആ സമയത്ത് ദൈവം തന്നെ പറയുന്നുണ്ട്, പിതാക്കന്മാർ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാണ് ഞാൻ, അവരോട് സംസാരിച്ച് ഞാൻ തന്നെയാണ്. പക്ഷേ എൻ്റെ പേര് ഞാൻ അവർക്ക് വെളിപ്പെടുത്തിയിരുന്നില്ല. എൻ്റെ പേര് ഞാൻ ആദ്യമായിട്ട് വെളിപ്പെടുത്തി നിനക്കാണ്. എന്താണ് എൻ്റെ പേര്? ആദ്യം ഇല്ലേ, ഈ ഫസ്റ്റ് പേഴ്സണിലാണ് ദൈവം പറഞ്ഞത്, എഹിയേ അഷർ എഹിയേ. നമ്മൾ തർജ്ജമ ചെയ്യുന്നത് ഞാനാണ് എന്നൊക്കെയാണ് തർജ്ജമ ചെയ്യുന്നത്. ഞാൻ ദ നെയിം ഓഫ് ഗോഡ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് ഇംഗ്ലീഷിൽ. അതിനകത്ത് ഞാൻ ചുരുങ്ങിയത് 19 തരത്തിലെങ്കിലും ഇത് തർജ്ജമ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും നല്ല തർജ്ജമയായിട്ട് ബെനഡിക്ട് മാർപ്പാപ്പ അവതരിപ്പിക്കുന്നത് എഹിയേ അഷർ എഹിയേ, ഞാനാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല തർജ്ജമയായിട്ട് അദ്ദേഹം പറയുന്നത്. ഒരുപാട് അതിൻ്റെ ഭാഷാപരമായ കാര്യങ്ങളെല്ലാം പഠിച്ചതിന് ശേഷമാണ് അദ്ദേഹം പറയുന്നത്, ഞാനായിരിക്കുന്നത് നിനക്ക് വേണ്ടിയാണ്, ഞാനായിരിക്കുന്നത് നിനക്ക് വേണ്ടിയാണ്. അങ്ങനെയാണ് ഈ എഹിയേ അഷർ എഹിയേ എന്ന വാക്കിനെ ദൈവം അങ്ങനെയാണ് വെളിപ്പെടുത്തിയത്. ദൈവം തൻ്റെ നാമം വെളിപ്പെടുത്തിയത് ഞാനായിരിക്കുന്നത് നിനക്ക് വേണ്ടിയാണ്. അതിൻ്റെ തേർഡ് പേഴ്സൺ വരുമ്പോഴാണ് യാഹ്വേ. എഹിയേ അഷർ എഹിയേ, എഹിയേ എന്നുള്ളത് ഞാൻ, അത് തേർഡ് പേഴ്സൺ ഹി ഈസ്, അങ്ങനെ ആകുമ്പോഴാണ് അത് യാഹ്വേ. അപ്പോൾ എഹിയേ അഷർ എഹിയേ എന്നുള്ളത് തേർഡ് പേഴ്സൺ ആകുമ്പോൾ യാഹ്വേ. എഹിയേ യാഹ്വേ. എഹിയേ എന്ന് പറഞ്ഞാൽ ഞാൻ, ഐ ആം. യാഹ്വേ എന്ന് പറഞ്ഞാൽ ഹി ഈസ്. അപ്പോൾ യാഹ്വേ, ഇതാണ് ദൈവത്തിൻ്റെ നാമം. ദൈവത്തിൻ്റെ പേര് യാഹ്വേ എന്നാണ്.
അല്ലാതെ മറ്റൊരു പേരില്ല. ഈ അള്ളാഹു എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പേരല്ല. അള്ളാഹു എന്നുള്ളത് അറബിയിൽ ഇപ്പോൾ നമ്മൾ ദൈവം എന്ന വാക്ക് നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്നു. അതുതന്നെ മലയാളമല്ലത്. സെവുസ് എന്നുള്ളത് ഗ്രീക്കിൽ സെവുസ് എന്നുള്ളത് ദെവുസായി ലത്തീനിൽ, അതാണ് പിന്നീട് നമ്മൾ മലയാളത്തിൽ ദൈവം എന്ന് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ദൈവം എന്നത് മലയാളത്തിൽ ഉപയോഗിക്കുന്നത് പോലെ അറബി ഭാഷയിൽ ദൈവം എന്ന അർത്ഥമുള്ളൊരു വാക്കാണ് അള്ളാഹു. അല്ലാതെ അള്ളാഹ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പേരല്ല. ഏകസത്യ ദൈവത്തിന് ഒറ്റ പേരേ ഉള്ളൂ, അത് യാഹ്വേ എന്നാണ്. ആ യാഹ്വേ എന്ന നാമം അത് യാഹ്വയോടുള്ള ദൈവത്തോടുള്ള ബഹുമാനത്താൽ യഹൂദര് BC 3-ാം നൂറ്റാണ്ട് മുതലെങ്കിലും പറഞ്ഞിരുന്നത് അദോണായി എന്നാണ്. യാഹ്വേ എന്നതിന് പകരം അദോണായി എന്നാണ്. എലിസബത്ത് പറഞ്ഞിരിക്കാൻ സാധ്യതയുള്ളത് അദോണായി എന്നാണ്. ആ അദോണായി തന്നെ എൻ്റെ എന്ന് പറയുമ്പോൾ അദോണി എന്നാണ്. ഇതാണ് പറഞ്ഞിരിക്കുക, അതായത് എലിസബത്ത് പറഞ്ഞിരിക്കുക. നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഈശോയുടെ മഹാപുരോഹിത പ്രാർത്ഥനയാണ്. യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായത്തിൽ അത് എലിസബത്ത് പറഞ്ഞിട്ട് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ട് എലിസബത്ത് പറയുന്നത് ഈ മറിയം ഗർഭം ധരിച്ച ആ സന്ദർഭത്തിലാണല്ലോ. അതായത് മറിയത്തിൻ്റെ മഗ്നിഫിക്കാത്ത് സ്തോത്രഗീതത്തിൻ്റെ ആ സന്ദർഭത്തിലാണ്. മറിയം ഗർഭം ധരിച്ചു കഴിഞ്ഞിട്ട് എലിസബത്തിനെ കാണാൻ പോയ സമയത്താണ് എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് മറിയം 10 മാസം കഴിഞ്ഞ് യേശുവിനെ പ്രസവിച്ചു. അത് കഴിഞ്ഞ് 30 വയസ്സ് കഴിഞ്ഞിട്ട് 30-ാമത്തെ വയസ്സിലാണ് ഈശോ പരസ്യജീവിതം ആരംഭിക്കുന്നത്. ആ പരസ്യജീവിതത്തിൻ്റെ അവസാനത്തിലാണ്, അന്ത്യത്താഴ വേളയിലാണ് മഹാപുരോഹിത പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് ഈശോ മിശിഹ 12 സ്ലീഹന്മാരെ പുരോഹിതന്മാരായിട്ട് വാഴിക്കുന്നത്. ആ മഹാപുരോഹിത പ്രാർത്ഥനയിൽ ഈശോ പറഞ്ഞ പ്രധാനപ്പെട്ട സംഗതിയുണ്ട്. എന്താണ്? നിന്റെ നാമം ഞാൻ അവർക്ക് വെളിപ്പെടുത്തി, ഇനിയും വെളിപ്പെടുത്തും. അതൊരു പുതിയ നാമമാണോ? ഈ യാഹ്വേ എന്ന നാമം അല്ലാതെ മറ്റൊരു നാമമാണോ? അല്ല. നമ്മൾ അപ്പസ്തല നടപടിയിൽ കാണുന്നുണ്ട്, സ്ലീഹന്മാർ നടപടി പുസ്തകത്തിൽ കാണുന്നുണ്ട്, ഈശോയുടെ നാമത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നു. നിങ്ങൾ എൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമെന്ന് പറയുന്നുണ്ട് കർത്താവ്. ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കൂതാശകളാണ്. അല്ലാണ്ട് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടണേ, ജോലി കിട്ടണേ എന്ന കാര്യമൊന്നും ഈശോയുടെ നാമത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളല്ല. ഈശോയുടെ നാമം ഉപയോഗിക്കുന്നത് ദൈവത്തിൻ്റെ തിരുനാമം വൃഥാ ഉപയോഗിക്കാൻ പാടില്ല. അത് കൂതാശകൾക്ക് മാത്രം ഉപയോഗിക്കുന്ന സംഗതിയാണ്. അപ്പോൾ ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തി എന്ന് പറയുമ്പോൾ വേറൊരു പുതിയ നാമമല്ല. യാഹ്വേ എന്ന നാമം കൂടാതെ വേറൊരു പുതിയ നാമം അല്ല. ഇനിയും വെളിപ്പെടുത്തും പറയുമ്പോൾ പുതിയൊരു നാമം വെളിപ്പെടുത്തുമെന്നല്ല. പുതിയ നിയമത്തിൽ അത് ഈശോ എന്ന ആളാണ്. ഈശോ എന്ന ആളാണ് ദൈവനാമം. ഈശോ എന്ന ആളാണ് ദൈവനാമം. പഴയ നിയമത്തിൽ ഒരു നാമമായിട്ട് വെളിപ്പെടുത്തി. അപ്പോൾ പഴയ നിയമക്കറിയാം, ഒരു നിഴൽ രൂപമാണ്. അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് പുതിയ നിയമത്തിലാണ്. അപ്പോൾ പുതിയ നിയമത്തിൽ ഈ ദൈവനാമം എന്ന് പറഞ്ഞത് ഒരാളാണ് എന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഒരാളാണ്. ഈശോ എന്ന ആളാണ് ദൈവനാമം. അതുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലേക്ക് സ്നാനപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമമായിരിക്കുന്ന ഈശോയിലേക്ക് സ്നാനപ്പെടുത്തുക എന്നാണ്. ഈശോയിലേക്ക്. അതാണ് റോമാലേഖനം 11-ാമത്തെ അധ്യായത്തിൽ പൗലോസ് പറയുന്നത്, നാം ഒട്ടിച്ച് ചേർക്കപ്പെടുകയാണ്. ഈശോയുടെ തുറന്നു കിടക്കുന്ന പാർശ്വത്തിൽ നാം ഒട്ടിച്ച് ചേർക്കപ്പെടുകയാണ്. അവിടെ നിന്നൊഴുകിയ ജീവജലത്താലും അവിടെ നിന്നൊഴുകിയ ജീവരക്തത്താലും, മാമോദീസയാലും കുർബാനയാലും. ഇങ്ങനെയാണ് ഈശോ എന്ന സാക്ഷാൽ മുന്തിരിച്ചെടിയോട് നമ്മൾ ഒട്ടിച്ച് ചേർക്കപ്പെടുന്നത്. അപ്പോൾ ഈശോ എന്ന ആളാണ് നാമം. ഈ യാഹ്വേ എന്ന നാമം, യാഹ്വേ എന്ന നാമമാണ് പഴയ നിയമത്തിൽ. പുതിയ നിയമത്തിൽ പറയാണ് ആ ദൈവനാമം ഒരാളാണ്. അപ്പോൾ യാഹ്വയുടെ അമ്മ എന്നാണ് അദോണി, അല്ലേ? അദോണി, എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്ന് എലിസബത്ത് പറയുമ്പോൾ എൻ്റെ യാഹ്വയുടെ അമ്മ എന്നാണ്. പക്ഷെ ഓരോ വാക്കിന് അർത്ഥമുണ്ട്. ഇപ്പം നമ്മൾ എ ബുക്ക് ഓഫ് പ്രയർ, പ്രാർത്ഥനയുടെ പുസ്തകം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയുടെ പുസ്തകം, പ്രാർത്ഥന ഇല്ലേ? ഇപ്പം ഞാൻ എന്നെ കുറിച്ച് പറഞ്ഞാൽ ജോസ് സൺ ഓഫ് അന്തോണിയുടെ മകൻ, അന്തോണി ജനിപ്പിച്ചു എന്നാണ്. അതേ അർത്ഥമാണോ ബുക്ക് ഓഫ് പ്രയർ എന്ന് പറയുമ്പോൾ? സൺ ഓഫ് അന്തോണി എന്ന് പറയുന്ന അതേ അർത്ഥമാണോ ബുക്ക് ഓഫ് പ്രയർ എന്ന് പറയുമ്പോൾ? അല്ല. ആ ഓഫിന് അർത്ഥ വ്യത്യാസമുണ്ട്. പ്രാർത്ഥനാ പുസ്തകം എന്നാണ് അർത്ഥം. ഇപ്പം സൺ ഓഫ് അന്തോണി എന്ന് പറഞ്ഞാൽ അന്തോണി ആയിരിക്കുന്ന ജോസ് എന്നല്ലല്ലോ അർത്ഥം, അന്തോണി ജനിപ്പിച്ചവൻ. അപ്പോൾ ഓഫ് എന്ന വാക്കിന് ഓരോ സന്ദർഭത്തിലും ഓരോ അർത്ഥമുണ്ട്. അതിൻ്റെ വ്യാകരണം ഒന്നും പറയാതെ തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകും. അപ്പോൾ എൻ്റെ കർത്താവിൻ്റെ അമ്മ, എൻ്റെ യാഹ്വയുടെ അമ്മ എന്ന് പറഞ്ഞാൽ പരിശുദ്ധ തൃത്വത്തെ പ്രസവിച്ചവൾ എന്നല്ല അർത്ഥം. മറിച്ച് മറിയത്തിൽ നിന്ന് ജനിച്ചവൻ യാഹ്വേ നാമധാരിയായ ദൈവമാണ്, സത്യദൈവമാണ്. ദൈവത്തെ പ്രസവിച്ചവൾ എന്നല്ല അർത്ഥം, മറിച്ച് അവളിൽ നിന്ന് ജനിച്ചവൻ സത്യദൈവമാണ്, യാഹ്വയാണ്.
യാഹ്വേ നാമധാരിയായ ഈശോയാണ്. മറിയത്തിന്റെ ഗർഭത്തിൽ മനുഷ്യനായി ജനിച്ചത് ദൈവപുത്രനാണ്, ദൈവം തന്നെയായ പുത്രനാണ്. യോഹന്നാൻ 1:18, ലൂക്കാസ് 1:34-35. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതൊന്ന് ആവർത്തിക്കുകയാണ്. ഈ എൻ്റെ കർത്താവിൻ്റെ അമ്മ, എൻ്റെ യാഹ്വയുടെ അമ്മ എന്നൊക്കെ, അല്ലെങ്കിൽ എൻ്റെ അദോണിയുടെ അമ്മ എന്ന് എലിസബത്ത് തിരുവചനത്തിൽ വെളിപ്പെടുത്തുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, നസ്രത്തിലെ യേശു ദൈവമായ കർത്താവാണ്. രണ്ട്, ആ കർത്താവിൻ്റെ അമ്മയാണ് മറിയം. ഈ ഇരട്ട രഹസ്യങ്ങളാണ് അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. കത്തോലിക്ക സഭയുടെ മതബോധനം 449 495. അപ്പോൾ ഞാൻ ഒന്നുകൂടി തുടക്കത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ആദ്യം തമ്പുരാൻ എന്ന ദ്രാവിഡ റൂട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു, തമ്പുരാൻ്റെ അമ്മ. പിന്നെ നമ്മൾ സംസ്കൃത റൂട്ടിൽ കർത്താവിൻ്റെ അമ്മ. അത് നമ്മൾ പിന്നെ ഗ്രീക്ക് ഭാഷയിലേക്ക് പോയി ക്യൂരിയോസ്. ആ ഗ്രീക്ക് ഭാഷയിലാണ് ലൂക്കാസ് എഴുതിയിരിക്കുന്നത്. ക്യൂരിയോസിൻ്റെ അമ്മ, എൻ്റെ ക്യൂരിയോസിൻ്റെ അമ്മ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ എലിസബത്ത് പറഞ്ഞിരിക്കാൻ സാധ്യതയുള്ള വാക്കെന്താണ്? എൻ്റെ അദോണിയുടെ അമ്മ, അല്ലേ? അദോണിയുടെ അമ്മ, എൻ്റെ യാഹ്വയുടെ അമ്മ. അപ്പോൾ ഇങ്ങനെയുള്ള അത്രമാത്രം ആഴമേറിയ സംഗതികളാണ് ഈ മറിയത്തിൻ്റെ ഈ മരിയ സ്തുതിയിൽ നമ്മൾ ചെയ്യുന്നത്. തിരുവചനങ്ങൾ കൊണ്ട് കോർത്തിരിക്കുന്ന പ്രാർത്ഥന എന്നാണ് റോസറി എന്ന വാക്കിനർത്ഥം. തിരുവചനങ്ങൾ കൊണ്ട് കോർത്തിട്ട് മറിയത്തോട് കൂടി ചേർന്ന് മറിയത്തിൻ്റെ വീക്ഷണത്തിലും മറിയത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നവരുടെ വീക്ഷണത്തിലും ദൈവത്തെക്കുറിച്ച് ആലോചിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിച്ച് ആ തിരുവചനങ്ങൾക്ക് ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അങ്ങനെ നമ്മളുടെ ശരീരം തന്നെ, നമ്മുടെ ജീവിതം തന്നെ വചനമായി മാറാനുള്ളൊരു ശ്രമമാണ് ഈ തെയോത്തോക്കസിൻ്റെ തിരുവചനക്കൊന്ത, തെയോത്തോക്കസിൻ്റെ വചനക്കൊന്ത. അത് ആ തരത്തിൽ സ്വീകരിക്കാനും ഇതെല്ലാം മനസ്സിലാക്കി ചൊല്ലാനും നമുക്ക് കഴിയട്ടെ. നമ്മുടെ ജീവിതത്തെ മുഴുവൻ പിടിച്ച് സ്വാധീനിക്കുന്ന ഒരു പ്രാർത്ഥനയായിട്ട് മാറട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.